ആദർശേട്ടൻ സ്വാമി ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരു 5:30 ആകുമ്പോൾ അച്ഛൻ വിളിച്ചിട്ട് നേരെ കുളിക്കാൻ വിട്ടിട്ടോ അമ്പലക്കുളത്തേക്ക്. ഞാൻ എനിക്കുമ്പോൾ ഒരു 6 മണിക്ക് ആയിട്ടോ. ഞാൻ എൻ്റെ പാടെ അമ്മ പറഞ്ഞു വേഗം പോയി കുളിച്ചോളാം. 2 മാസം ആയപ്പോൾ തൊട്ടേ ഞാനിത് സ്റ്റൂളിന്റെ മുകളിൽ ബക്കറ്റ് വെച്ചിട്ടാണ് കുളിക്കാറ്. അമ്മ അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചേരെ ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഒരു 6:30 ആകുമ്പോഴേക്കും ആദർശേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടോ. അച്ഛൻ്റെ അടുത്ത് ആദർശേട്ടൻ്റെ ഒരു മടി നടക്കില്ല കേട്ടോ. അച്ഛൻ 5 മണിക്ക് തൊട്ട് ആദർശേട്ടനെ കുളിക്കാൻ വേണ്ടി വിളിച്ചു തുടങ്ങിയതാണ്. ഒരു 5:15 ആകുമ്പോൾ ആദർശേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങി. ഇത്ര അമ്പലത്തിൽ എത്തുമ്പോൾ അവിടെ ആരുമില്ല. പക്ഷേ ഈ ഒരു വൈബ് ആദർശേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാവിലെ ആകുമ്പോൾ അച്ഛൻ വിളിച്ചെണിപ്പിച്ച് അമ്പലത്തിൽ പോവുക, പിന്നെ കുറെ ആൾക്കാരെ കാണുക, ഭയങ്കര പോസിറ്റിവിറ്റി ആണെന്ന് പറയണേ. അവിടെ ആകുമ്പോൾ ആദർശേട്ടൻ ഒറ്റയ്ക്കല്ല. ആദർശേട്ടന് ഇഷ്ടമുള്ള സമയത്ത് എനിക്കും പുറത്തുനിന്ന് കുളിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടുത്തെ കാര്യം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഉമ്മർത്ത് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. അപ്പം എന്നെ എന്തോ കളിയാക്കിയിട്ട് ചിരിക്കാണ്. അപ്പോഴേക്കും ഒരു 7 മണിക്ക് ആകുമ്പോഴേക്കും നമ്മുടെ അച്ഛന് പോവാറായിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ എന്തേ ഫുഡൊക്കെ എടുത്ത് അച്ഛൻ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാട്ടോ. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ചോറും കറിയും ചായക്കടയൊക്കെ ആവാറുണ്ട് കേട്ടോ. നമ്മൾ ചെറുപ്പം തൊട്ടേ എങ്ങനെയാണ് കാണുന്നത്. ഞാൻ ചെറുതാകുമ്പോൾ തൊട്ടേ അച്ഛന് ഈ ഒരു സമയത്തായിട്ട് ജോലിക്ക് പോവാറ്. അപ്പോഴേക്കും അമ്മ എല്ലാം സെറ്റാക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്ന ഭൂരിയും ഇഷ്ടുക്കറി ആയിരുന്നു. ആദർശേൻ്റെ ഫേവറേറ്റ് ആണ്. ആദർശേന് ഈ ഭൂരി പത്തിരി അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ നന്നായിട്ട് കഴിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അതേ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അമ്മ ഞങ്ങൾക്കൊരു സ്മൂത്തി ഉണ്ടാക്കി തന്നു. ചേട്ടൻ സ്വാമി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പുറത്തെ റൂമിലാട്ടോ കിടക്കുക. എന്നാലും ഞാൻ വർത്താനം പറഞ്ഞിട്ട് ആദർശേൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും വിട്ട് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് തൊരം തരില്ല കേട്ടോ. ആദർശായിട്ട് ഇതേ നമ്മുടെ ഒരു സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് നമുക്കൊരു പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ആക്കാനുണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഒരു ബ്ലൗസ് ഇപ്പോൾ കൊള്ളില്ല കേട്ടോ. അപ്പോൾ ഏറെക്കുറെ ഒരെണ്ണം സെറ്റ് ആക്കിയിട്ട് ഇട്ടേക്കുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നടന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ ബ്ലൗസൊക്കെ അത് പൊട്ടിത്തെറിച്ച് കുടുക്കൊക്കെ വളഞ്ഞ് നിൽക്കണ്ട. അപ്പോൾ ആദർശം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ 2 ഫോട്ടോ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ട് ഇതേ പുതച്ച് മൂടിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ നടക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ കാല് കഴുകി കയറാൻ വേണ്ടിയിട്ട് അമ്മ ജഗ്ഗിൽ പുറത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതേ മേത്തൊക്കെ കുടഞ്ഞിട്ട് ഞങ്ങൾ കയറുകയാണ് കേട്ടോ. അമ്മമ്മയ്ക്ക് വലിയമ്മ കുറേ വെറ്റില കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മ അതൊക്കെ പൊട്ടിച്ച് റെഡിയാക്കാൻ കേട്ടോ. അമ്മമ്മയുടെ ഒരു ഹോബിയാണ് മുറുക്കൽ. അപ്പോൾ ഇതും കൂടിയും കുറേ കിട്ടിയപ്പോൾ ഇതിപ്പോൾ സ്ഥിരം ഒരു പരിപാടി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫാഷൻ ഫ്രൂട്ടിന്റെ ഒരു ജ്യൂസ് ആദർശാട്ടേക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അമ്മ നല്ല പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ചായ കുടിക്കാണ്. പിന്നെ നമ്മുടെ നിത്താരക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ പരിചയക്കേടൊക്കെ മാറി. ഇപ്പോൾ 2 ദിവസം കണ്ടപ്പോൾ അവൾ ഓക്കെ ആയിട്ടോ. ആദർശേട്ടനും അമ്മയൊക്കെ ഇപ്പോൾ അവൾ അവിടെ ഉണ്ടെങ്കിൽ അവളെ ഇടയ്ക്കാൻ എടുത്തോണ്ട് വരും കേട്ടോ. ഇവളാച്ചെങ്കിൽ എന്നെ ഒന്ന് ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കടി എന്നുള്ള മട്ടിലാണ് എന്നെ നോക്കി നിൽക്കുന്നത്. ആദർശേട്ടൻ എന്തൊക്കെ കാണിച്ചാലും മൂപ്പത്തിക്ക് ആദർശേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണുമ്പോഴേക്കും ഇങ്ങനെ കിടന്ന് ചാടി തുടങ്ങും എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവളേനെയും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ ജസ്റ്റ് ഒന്ന് നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നല്ല കയറ്റി ഇറക്കൊന്നും കയറി ഇറങ്ങരുത്. ജസ്റ്റ് നിരപ്പായ സ്ഥലത്ത് കൂടെ ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ പതുക്കെ നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നടക്കിറങ്ങിയപ്പോൾ ഒരു 2 പേരും കിടന്ന് ഓടുക ചെയ്യണേട്ടോ. പക്ഷെ ഇന്നത്തെ നടത്തം കുറച്ച് കൂടി പോയോണ്ട് തന്നെ വീട്ടിലെത്തുമ്പോഴേക്കും എൻ്റെ കാലിലാകെ നീര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.